ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിവഗിരിയിലെ സനാതനധർമ്മ പരാമർശം വിവാദമായതിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായത്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സനാതനധർമ്മത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതെന്റെ നിലപാടാണത്. സനാതനധർമ്മത്തിന്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത്. അതിന്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റൂല. അത് തിരുത്തിയെന്നതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു. വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇന്നലെ ശിവഗിരിയിൽ എന്താണോ പറഞ്ഞത് അത് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. തുടരുന്ന ഗുരുനിന്ദയാണ് ഈ വിഷയത്തിൽ നാം കാണുന്നത്. വിവരങ്ങൾ നീലിമ, കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനത്തിനോട് അനുബന്ധിച്ച് തിരുവനന്തപുരം വർക്കല ശിവഗിരിയിൽ എന്താണോ മുഖ്യമന്ത്രി പറഞ്ഞത് അതേ നിലപാട് തന്നെ വീണ്ടും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുനിന്ദ അത് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സനാതന ധർമ്മത്തിൽ തുടരുന്ന ഗുരുനിന്ദ അത് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. നിലപാട് ആവർത്തിക്കുന്നു. ഒപ്പം തന്നെ സനാതന ധർമ്മത്തിന്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ പ്രതിഷേധം, ഒപ്പം തന്നെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഈ വിവാദ പരാമർശത്തിലെ വിമർശനങ്ങൾ, ഇതൊക്കെ മുന്നിൽ നിന്നിട്ടും മുഖ്യമന്ത്രി യാതൊരു രീതിയിലും തന്റെ നിലപാട് മയപ്പെടുത്താനോ അല്ലെങ്കിൽ അത് മാറ്റാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗുരുനിന്ദ ഇവിടെ തുടരുന്നതോടൊപ്പം തന്നെ സനാതന ധർമ്മത്തെ ഊട്ടിയുറപ്പിക്കുന്ന, സനാതന ധർമ്മത്തെ ചേർത്ത് പിടിച്ച ഒരു ഗുരുവിന് നേരെ നടത്തുന്ന ഒരു വലിയ രീതിയിലുള്ള നിന്ദ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയതിന് പിന്നാലെ BJPയുടെ നേതാക്കന്മാർ അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ വിമർശിക്കുന്ന നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് ഉണ്ടായിട്ടും ഈ വിവാദ പരാമർശത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും താൻ ഉയർത്തിയ വിവാദ പരാമർശം അത് അതേപടി തുടരുന്നു എന്നുള്ളതാണ് ധാർഷ്ട്യം. ഒപ്പം തന്നെ താൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം, ഇതൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ളത്. വയനാട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ആ നിലപാട് അറിയിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ഈ ഗുരുനിന്ദയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ചത്. ഒന്നിലധികം ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും പ്രതികരണം അതേപടി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള. ശാലിനി, തുടരുക. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, ഇന്നലെ ശിവഗിരിയിൽ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞോ അത് ആവർത്തിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും. ഗുരുനിന്ദ തുടരുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. സനാതനധർമ്മത്തിന്റെ വക്താവല്ല ശ്രീനാരായണ ഗുരു എന്ന് ആവർത്തിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും ശ്രീനാരായണ ഗുരുദേവനെ ഹൈന്ദവ ധർമ്മത്തിൽ നിന്നും സനാതന ധർമ്മത്തിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും വില പോകാൻ തോന്നില്ല. കാരണം സനാതന ധർമ്മവുമായിട്ട് അത്രയും ഇടപഴകി ആ സനാതന ധർമ്മത്തിന്റെ പ്രചരണത്തിന് അങ്ങേയറ്റം പ്രവർത്തിച്ച ഒരു സന്യാസി വര്യൻ, കേരളം കണ്ട ഏറ്റവും അതുല്യനായ സന്യാസി വര്യൻ, ശങ്കരാചാര്യർക്ക് ശേഷം ശങ്കരാചാര്യർ നടത്തിയ പ്രവർത്തനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോ ഈ ഗുരുദേവനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം CPM അടക്കമുള്ള നേതാക്കന്മാർ ഇന്നലെ തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുൻപ് തന്നെ CPM നേതാക്കന്മാര്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ഗുരുദേവനെ ഹിന്ദു ധർമ്മത്തിൽ നിന്നും അടർത്തി മാറ്റാനും ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല എന്ന് വരുത്താനും ഒക്കെ ആസൂത്രിതമായ ശ്രമങ്ങൾ പണ്ടേ മുതൽ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഗുരുദേവ ഭക്തന്മാര് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്, പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഗുരുദേവന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ളത്, അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എല്ലാം സനാതനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒന്നുപോലും സനാതന ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ളതല്ല. ജാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവർ ഉന്നയിക്കുന്നത്. സനാതന ധർമ്മത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത് സനാതന ധർമ്മത്തിന്റെ തത്വമാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്. ആർക്കെങ്കിലും മതം മാറണമെങ്കിൽ അത് സനാതന ധർമ്മത്തിലേക്ക് മതം മാറൂ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്.
ആ ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിൽ പെടുന്ന ആളല്ല എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് ഈ സനാതന ധർമ്മത്തെയും സനാതന ധർമ്മത്തെ അതിനെ പ്രയോഗവൽക്കരിക്കാനും അതിനെ പ്രചരിപ്പിക്കാനും ശ്രമിച്ച ആളുകളെയൊക്കെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും ഗുരുദേവനെ ചോദ്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഗുരുദേവനിലൂടെ സനാതന ധർമ്മത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത്. ഗുരുദേവനെ നിന്ദിക്കുക, ഗുരുദേവനിലൂടെ യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിനോടുള്ള എതിർപ്പ് ഗുരുദേവനെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുകയാണ്. ഇത് കേരളത്തിലെ സമൂഹം ശ്രീനാരായണ ഭക്തർ അവരെ തിരിച്ചറിയും. ഒരു കാരണവശാലും ഗുരുദേവനെ ഹിന്ദു അല്ലാതാക്കാനോ ഹിന്ദു സന്യാസി അല്ലാതാക്കാനോ ഹിന്ദു ധർമ്മത്തിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള വ്യക്തിയാക്കി ചിത്രീകരിക്കാനോ സാധ്യമല്ലാത്ത വിധം ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ തുറന്നൊരു പുസ്തകമാണ്, ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ പറയുന്ന പ്രചരണം അത് യാതൊരു ഫലവും ചെയ്യില്ല. കഴുതക്കാമം പോലെ കരഞ്ഞു തീർക്കാൻ മാത്രമേ കഴിയൂ. ശ്രീ ആർ വി ബാബു, ഈ മുഖ്യമന്ത്രിയുടെ പരാമർശം എന്ത് അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. അതൊരു കൃത്യമായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി CPM കരുതിയിരുന്ന ഒരു വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്ക് വളരെ കൃത്യമായി BJPയിലേക്ക് വരുന്നൊരു സാഹചര്യമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഒരു അങ്കലാപ്പ് കൂടി ഈ തുടരുന്ന ഗുരുനിന്ദയിൽ കാണാൻ കഴിയില്ലേ? ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ പ്രതിദാനം ചെയ്യുന്നത് സനാതന ധർമ്മത്തെയല്ല. സനാതന ധർമ്മത്തിൽ ഗുരുദേവനും തമ്മിൽ അധികം വ്യത്യാസമുണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ ഈ ഗുരുദേവ ഭക്തന്മാരെ ഹിന്ദു അല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഗുരുദേവ ഭക്തന്മാര്, ഗുരുദേവനെ ആദരിക്കുന്നവര്, ഗുരുദേവനെ പൂജിക്കുന്നവര്, ദൈവമായി കാണുന്നവര്, ഗുരുവായി കാണുന്നവര് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരെ ഹിന്ദുക്കൾ അല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഗുരുദേവനെ ഒരു സമുദായം വളരെ ശക്തമായിട്ട് അവരുടെ ആചാര്യനായിട്ട് ഗുരുദേവൻ സമൂഹ പ്രപഞ്ചത്തിനെയും ആചാര്യനാണ്. എന്നാൽ നമുക്ക് കേരളത്തിന്റെ കാര്യത്തിൽ അറിയാം, ഒരു പ്രത്യേക സമുദായം, ഈഴവ സമുദായം ഗുരുദേവനെ വളരെ വലിയ പൊതുവിൽ തങ്ങളുടെ ഗുരുവായിട്ട്, ആധ്യാത്മിക നേതാവായിട്ട്, ഗുരുവായിട്ട് കാണുന്നു. ആ ഈഴവ സമൂഹം അവർ ഹിന്ദുക്കളല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് നടത്തുന്ന ആസൂത്രിതമായ ശ്രമമാണ്. അപ്പൊ ഗുരുദേവനെ ആരാധിക്കുന്നവര് ഗുരുദേവൻ സനാതന ധർമ്മ വിശ്വാസിയല്ല, സനാതന ധർമ്മത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആളാണ് എന്ന് വരുത്തുക. ഇത് ഗുരുദേവനെ യഥാർത്ഥത്തിൽ സുമാർ അഴീക്കോട് പറഞ്ഞ പോലെ ഈ പ്രൊട്ടസ്റ്റേറ്റിന്റെ നയമാണിത്. അതായത് തങ്ങളുടെ വിശ്വാസത്തിനനുസൃതമായി ഗുരുദേവനെ ചുരുക്കി ഗുരുദേവന്റെ കൈയും കാലും വെട്ടുന്ന ആ പ്രൊട്ടസ്റ്റേഷ്യൻ നയം, അതാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എടുക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ച് ഗുരുദേവന്റെ കൈയും കാലും ശിരസും ഛേദിക്കുകയാണ്. തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനനുസൃതമായി ഗുരുദേവനെ വഹിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന തനി രാഷ്ട്രീയ പരമായ ഗുണ്ടായുസം, ആ രാഷ്ട്രീയപരമായ ഗുണ്ടായുസമാണ് ഗുരുദേവനെതിരെ എടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവല്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. ശിവഗിരിയിലെ സനാതനധർമ്മ പരാമർശം വിവാദമായതിൽ ഇന്ന് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പോഴും ആ നിലപാട് അതേപോലെ തുറന്നു പറയുകയാണ് മുഖ്യമന്ത്രി ഉണ്ടായത്. ശാലിനി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ശാലിനി, മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്? ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇന്നലെ ശിവഗിരിയിൽ വെച്ച് പറഞ്ഞത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ അല്ല, ഗുരുവിനെ മതനേതാവാക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിനെതിരെ വലിയ വിമർശനം BJPയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്നും അടക്കം ഉണ്ടായി. സനാതനധർമ്മം തന്നെയാണ് ഹിന്ദു ധർമ്മം തന്നെയാണ് ശ്രീനാരായണ ഗുരു പിന്തുടർന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ശാലിനി ഒരിക്കൽ കൂടി ചേരുകയാണ്. ശാലിനി, മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത്? നീലിമ, കാര്യമായ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടില്ല. ആകെ ഒരു കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചത്. അത് വീണ്ടും ചോദ്യങ്ങൾക്ക് ആവർത്തിക്കുന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്
ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഒരു രീതിയിലും സനാതന ധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ ഗുരു ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ വക്താവാക്കി ഗുരുവിനെ പ്രതിഷ്ഠിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള ആഖ്യാനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശിവഗിരിയിൽ പറഞ്ഞ അതേ ഭാഗത്തിൽ അതേ രീതിയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഇന്നും പ്രതികരിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഇത്തരത്തിൽ ആവർത്തിച്ചത്. മാധ്യമപ്രവർത്തകർ വീണ്ടും ഇത് ആരാഞ്ഞ് ചോദിക്കുകയും ചെയ്തു. പക്ഷേ അത്തരത്തിൽ ഒരു പ്രതികരണങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾക്കോ മുഖ്യമന്ത്രി നിന്നില്ല. ഗവർണറെ സ്വീകരിക്കാനുള്ള യാത്രയ്ക്കായി പോവുകയാണ് എന്നുള്ള പ്രതികരണം നടത്തി മടങ്ങുന്ന ശാലിനി തുടരുക. ഇപ്പോൾ ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ നാരായണ ഗുരുവിന്റെ ജീവിതത്തിന്റെ അന്തർധാരയും സനാതനധർമ്മം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ ശിവഗിരിയിൽ മുഖ്യമന്ത്രി എന്താണോ പറഞ്ഞത് അത് വീണ്ടും ആവർത്തിക്കുകയാണ് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ. സനാതനധർമ്മത്തിന്റെ വക്താവല്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയാണ്. അങ്ങയുടെ പ്രതികരണം? ഇവിടെ കേരള സംസ്ഥാനത്തിന്റെ ഭരണമാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയനെ ഏൽപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങൾ നോക്കുന്നതിൽ പരാജയപ്പെട്ടൊരു മുഖ്യമന്ത്രി അതൊന്നും നടത്തുന്നത് ഒളിച്ചോട്ടാണ്. ഇതൊക്കെ ശ്രീനാരായണ ഗുരുദേവനെ വിലയിരുത്തുന്നതല്ല നമ്മളൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ ഇവിടെയുള്ള ഓരോ ശ്രീനാരായണീയ ഭക്തർക്കും പരിചയപ്പെടുത്തണം. അത് കേരളത്തിന്റെ സ്വന്തമാണ്. ആ സ്വത്ത് വെളിപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കില്ല. അദ്ദേഹത്തിന് ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഒരു മരണവെപ്രാളാണ്. കമ്മ്യൂണിസം ലോകം മുഴുവൻ തുടച്ചു നീക്കപ്പെടുമ്പോൾ കേരളത്തിൽ ഈ ഒരു കോണിൽ മാത്രം നിലനിൽക്കുമ്പോൾ അത് ഇവിടെ ജീവൻ മരണ പോരാട്ടാണ്. അതിന് ഈ തീവ്രവാദികളുടെ ജിഹാദികളുടെ ഒക്കെ വോട്ട് കിട്ടണമെങ്കിൽ, ഹിന്ദു വിരുദ്ധരുടെ വോട്ട് കിട്ടണമെങ്കിൽ, ഹിന്ദു വിരുദ്ധതയുടെ ചാമ്പ്യൻഷിപ്പ് അടിച്ചെടുക്കാനുള്ള മത്സരമാണ് ഇവിടെ. ഇടത് വലത് മുന്നണികൾ തമ്മിൽ ആ ചാമ്പ്യൻഷിപ്പ് അടിച്ചെടുക്കാനുള്ള മത്സരമാണ്. അതിന് രാഷ്ട്രീയ കരുവാക്കി ശ്രീനാരായണ ഗുരുദേവനെ മാറ്റുന്നതിലാണ് അമർഷം. പിണറായി എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ വ്യക്തിത്വത്തിനൊന്നും പറ്റിയിട്ടല്ല. പക്ഷെ അതിലേക്ക് വെറും ഒരു രാഷ്ട്രീയ കരുവാക്കിയിട്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ പുണ്യമായ ശ്രീനാരായണ ഗുരുദേവനെ മാറ്റുന്നു എന്നതിലാണ് നമുക്കൊക്കെ വലിയ വിഷമം ഇരിക്കുന്നത്. കാരണം ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങള്, ഗുരുദേവൻ രചിച്ച കീർത്തനങ്ങള്, ഗുരുദേവന്റെ സ്തോത്രങ്ങൾ, ഇതൊക്കെ നോക്കിയാൽ ഏത് കണ്ണുപൊട്ടന് മനസ്സിലാവും ശ്രീനാരായണ ഗുരുദേവൻ ആരായിരുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്തെന്നൊക്കെയോ ഒളിച്ചോടാനുള്ളൊരു ശ്രമമാണ്, മറ്റെന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച ഇതിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം മറ്റെന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. അതിന് അവർക്ക് ഓടിക്കയറാനുള്ള ഒരു മരമായി ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് സനാതന ധർമ്മത്തെ അവർ തരം താഴ്ത്തി കൊണ്ടുവരും. ഇത്തരം ചർച്ചകളൊക്കെ ഇന്നലെ മറ്റേ ശിവഗിരിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിൽ ഷർട്ട് ഇടുന്ന കാര്യത്തെ പറ്റിയിട്ട് ഷർട്ട് ഇടുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ചർച്ച ചെയ്യേണ്ടത് ആരാ? ഗുരുവായൂരപ്പൻ എവിടെയാണോ ഇരിക്കുന്നത് എന്ന് പോലും അറിയാത്ത നിരീശ്വരവാദികളോ വിപ്ലവകാരികളോ അല്ല ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യേണ്ടത് ഭക്തരാണ്. അപ്പൊ ഇത്തരം ഓരോ കാര്യവും ആരാണ് മുഖ്യമന്ത്രി ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഒരു ക്ഷേത്രത്തിനകത്ത് ചർച്ച ചെയ്യുന്ന കാര്യം അദ്ദേഹം പറയുന്നത് മതേതര കേന്ദ്രമായ ശിവഗിരിയിൽ അദ്ദേഹത്തിന് ചർച്ച ചെയ്യാമെങ്കിൽ മുഖം മറക്കാൻ ഇവിടെ പൊതുസ്ഥലങ്ങളിൽ ആളുകൾ ഇറങ്ങുന്നത്. അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ശിവഗിരി സംബന്ധിച്ച് മതേതര കേന്ദ്രമാണെങ്കിൽ മതേതര വിഷയങ്ങളല്ലേ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഈ ഷർട്ട് മാത്രമല്ലല്ലോ ഇവിടെ ചർച്ചയിൽ വരേണ്ടത്. അപ്പൊ ഇതെല്ലാം ഒരു വിഭാഗത്തിന്റെ മേല് കുതിര കയറുക എന്നുള്ളതാണ്. ശ്രീനാരായണ ഭക്തരെ മുഴുവൻ അപമാനിച്ച് ആണ് മുഖ്യമന്ത്രി. അദ്ദേഹം ശരിക്കും പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയേ വേണ്ടത്. അത് ചോദിക്കാനുള്ള ഒരു തന്റെ അല്ലെങ്കിൽ പിടിച്ചു നിർത്തി പറയിപ്പിക്കാൻ എന്ന് നമ്മൾ വളരുന്നുവോ അന്നേ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് ചികിത്സയാവുള്ളൂ. ശ്രീമതി ശശികല ടീച്ചർ, SNDP യോഗം സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറണമെന്നാണ് യഥാർത്ഥത്തിൽ ഗുരു നൽകിയ ഉപദേശം. അതനുസരിച്ചുള്ള ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം രചിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഇന്നലെ ശിവഗിരിയുടെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിനെ അതേ നാണയത്തിൽ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മറുപടി നൽകുന്ന സാഹചര്യവുമുണ്ടായി. എന്നിട്ടും ഇത് മനസ്സിലാകുന്നില്ലല്ലോ ഇവർക്ക് എന്നതല്ലേ ദുഃഖകരം? തീർച്ചയായും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണീയർ ഒരു വോട്ട് ബാങ്കിനപ്പുറം അവർ കാണുന്നില്ല. അതല്ല എങ്കിൽ ഇന്നലെ SNDPയുടെ ആരാധനായ ജനറൽ സെക്രട്ടറി എന്ന ഉത്തരം കൊടുത്തു. അവിടെ അത് അവസാനിപ്പിക്കാനുള്ള ഒരു പക്വതയും മര്യാദയുമാണ് കാണിക്കേണ്ടിയിരുന്നത്. ഞാൻ എന്താണ് SNDP യോഗത്തിന് പറയാനുള്ളത് അത് വളരെ വ്യക്തമായി ഇന്നലെ അവിടെ തന്നെ പറഞ്ഞു. ആ ഉത്തരം കൊടുത്തു കഴിഞ്ഞതോടുകൂടി ഒരല്പം എങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ ആ വിവാദം അവിടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. അപ്പൊ അത് അവസാനിപ്പിക്കുകയല്ല. നിങ്ങൾ ആരുമല്ല, ഞങ്ങളാണ് ഗുരുവിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്നൊരു തലത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോ പിണറായി വിജയനല്ല, EMS അപമാനിച്ചിട്ടുണ്ട് ഗുരുദേവനെ, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഗുരുദേവൻ എന്താണെന്ന് നമ്മൾ ആദ്യമൊന്നല്ല മനസ്സിലാക്കുന്നത്. ഗുരുദേവൻ അവരെ സംബന്ധിച്ച് അവര് വളരെ മോശമായി കാണുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് EMSന്റെ എഴുത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു അടി പോലും പിണറായി വിജയൻ മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ പഠിച്ചിട്ടില്ലെങ്കിലല്ലേ ഇവർക്ക് കൃതികൾ പഠിക്കാൻ എവിടെ നേരം? വികൃതികൾക്ക് തന്നെ നേരമില്ല, പിന്നല്ലേ ഇപ്പൊ കൃതികളെ പറ്റി പഠിക്കണത്. അദ്ദേഹത്തിന്റെ കൃതികളാകട്ടെ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠയാകട്ടെ ഒരല്പനേരം അതിലേക്ക് ഒന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് കാര്യങ്ങൾ മനസ്സിലാകാതെയല്ല,
ഇപ്പോ തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിനെയൊക്കെ പോലെ തന്നെ സനാതന ധർമ്മത്തിനെതിരെ പറഞ്ഞുകൊണ്ട് ജിഹാദികളുടെ മുൻബുക്കിൽ കയറി പറ്റുക എന്നുള്ള ഒരു കുൽസിത ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവല്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നതിന് പിന്നിൽ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചവർ നൽകുന്ന ഒരു കൃത്യമായ രാഷ്ട്രീയം തുറന്നു കാണിക്കുകയാണ് ചെയ്തത്.